അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ നമ്മളെ കോളേജിൽ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? പല പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു, നല്ല റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. നിങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതിട്ടാ. സഹദിന് എന്താ പറയാനുള്ളത്? നല്ല ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതാൻ കഴിഞ്ഞ് നെഹിയില് നല്ലപോലെ ഒരു ക്ലാസ് ഒക്കെ ഇട്ടിട്ട് അതിനനുസരിച്ചുള്ള പരീക്ഷ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. എഴുത്തൊക്കെ റെഡിയാക്കാനും ഒക്കെ പിന്നെ എല്ലാതും ഇംഗ്ലീഷിന്റെ അർത്ഥമൊക്കെ റെഡിയാകാൻ മനസ്സിലായി. സഹലിന് ഞാൻ സ്കൂളിൽ 7 വരെ പോയെങ്കിലും 5 ഓറും പഠിച്ചതുകൊണ്ട് ഉറുദു അത്ര തീരെ അറിയില്ലായിരുന്നു. സെറ്റായി. ഗ്രേഡ് പരീക്ഷക്കൊന്നും സ്കൂളിൽ അങ്ങനൊന്നും പറഞ്ഞില്ല. എന്താണ് ഇതിന്റെ മീനിങ് അങ്ങനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ സാറായാലും മിസ്മാരായാലും അതിന്റെ മീനിങ് ഒക്കെ പറഞ്ഞു തന്നു. അത് മാത്രല്ല, ഞാൻ ഹിയയിൽ വന്നതിന് ശേഷം ആദ്യത്തെ പരീക്ഷയാണ്. അത് നല്ല ആവേശം ഉണ്ടായിരുന്നു. പിന്നെ അത് നല്ല വൃത്തിക്ക് എഴുതാനും കഴിഞ്ഞ്. എനിക്ക് ഒട്ടും എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത, ഞാൻ പഠിക്കാത്ത ഒരു വിഷയമായിരുന്നു ഉറുദു. ആ വിഷയം ഞാൻ ടോപ്പ് സ്കോർക്ക് ഞാൻ കൊണ്ടുവന്നു. ഞാന് വളരെ വിചാരിച്ചതിനെക്കാട്ടും വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. സ്കൂളില് ഇതുവരെ ഉറുദും ഹിന്ദിയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഉറുദുവിലും ഹിന്ദിയിലൊക്കെ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉറുദുവിലും ഹിന്ദിയിലാണ് വായിക്കാനും എഴുതാനൊക്കെ അറിയലും. ഹിഹി വന്നപ്പോൾ എല്ലാം ക്ലിയർ ആയി. എ ഗ്രേഡ് ഉഷാറായിട്ട് എഴുതാൻ പറ്റി. മുമ്പത്തെ കോളേജിൽ നിന്നും സ്കൂൾ പഠനം കുറവായതുകൊണ്ട് വലിയ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഹിയിൽ വന്നപ്പോൾ സ്കൂളും ഇഫ്ലും അങ്ങനെ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഉഷാറായിട്ട് അൽഹംദുലില്ലാ. ഞാൻ ഹിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ പരീക്ഷ നോക്കിയപ്പോൾ പേപ്പർ നോക്കിയപ്പോൾ പെട്ടെന്ന് ടഫുള്ള പോലെ തോന്നി. പിന്നെ വായിച്ച് മീനിങ് പറഞ്ഞപ്പോൾ നല്ല സ്കോർ കൊണ്ടുവരാൻ പറ്റി. ഹിയിൽ വന്നതിന് ശേഷം അൽഹംദുലില്ലാ നല്ല റാഹത്തോടെ നല്ല ഗ്രേഡ് വാങ്ങാൻ കഴിഞ്ഞു. സ്കൂളിൽ നിന്ന് ഇത്ര ഒന്നും പഠിക്കാനും മാർക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഹിയിൽ വന്നതിന് ശേഷം സ്കൂളിൽ പഠിച്ചതിനെക്കാട്ടും കൂടുതൽ മാർക്ക് കൊണ്ടുവരാൻ പറ്റി. എനിക്ക് തീരെ ഹിന്ദി ഒന്നും അറിയില്ലല്ലോ. ഇപ്രാവശ്യം ഹിന്ദി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. സൂപ്പർ ആക്കിയില്ലേ? ടൂറാണ്, അടിച്ചങ്ങോട്ട് പൊളിച്ചേക്കാം.